തുറക്കടാ പൂ, ഗേറ്റ് തുറക്കടാ. ഇവിടെ കാണണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനൊരു മുതലിനെ. ആ എനിക്കോ ഒരെണ്ണം മതി. എൻ്റെ അമ്മേ ശരിക്കൂടാ. പിന്നെ പൂട്ടുന്ന നേരം ഓ ഓ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ, ഇളകിയിട്ടുണ്ട്. ആ ഓക്കെ. ഇന്നിനി കുറേ ഇങ്ങനത്തെ ചില ലൊട്ടിലൊടുക്ക് സംസാരങ്ങളൊക്കെ കേൾക്കാൻ കിട്ടും. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. വീണ്ടും അപ്പു ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്താണ് ഇവൻ എന്തിനാണ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? റീസൺ ഉണ്ട്. ഇവൻ ആരാന്നാ വിചാരം നിങ്ങൾക്ക് അറിയാതെ കുറേ കഥകളും. അതെ അതെ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വിശദമായിട്ട് പറയാം. ഇവൻ്റെ പറയണോടാ സ്റ്റോറി എന്ന് പറയാനായിട്ട് ഇവൻ്റെ ഞങ്ങളുടെ വേറെ അനിയനും കൂടെ ഉണ്ട്, ഷിബിൻ. അവനിത് കാണുന്നുണ്ട്. അവൻ്റെ കുറേ കഥകളുണ്ട്, ഞങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം ഇരിക്കാം ഇല്ലയോ, ഒരു ദിവസം ഇരുന്ന് മറ്റേ ഓരോ കഥ വെച്ച് ഇങ്ങനെ പറക്കി പിന്നെ ഇൻഡിവിജ്വൽ കുറേ കഥകളുണ്ട്. ഇവൻ്റെ ഇൻഡിവിജ്വൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് പറക്കിയിടാം ഇല്ലയോടാ. അപ്പോൾ ഞങ്ങളിപ്പം പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറ്റി ചേച്ചി വന്നിട്ടുണ്ട്. മെറ്റി ചേച്ചി കൊട്ടാരക്കരയ്ക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം കൊട്ടാരക്കരയ്ക്ക് പോവാണ് ചേച്ചിയെ പിക്ക് ചെയ്യാൻ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവൻ വന്നതും പ്രമാണിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞങ്ങളതിനനുസരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അതെ, വിശേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര ചെല്ലട്ടെ. സൗണ്ട് പൊല്യൂഷൻ മാറ്റണമെന്ന് വണ്ടിയുടെ ചെറുക്കൻ്റെ ഓരോ നീ കണ്ടോണം. നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവൻ്റെ ഈ പരിപാടികളൊക്കെ നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ അനുഭവിച്ച് മടുത്തു. ഇനി നിങ്ങളുടെ സമയമാണ്. എന്തായാലും പറയടാ പൂ, ആൾക്കാർ കേൾക്കട്ടെ. നിന്റെ ഒരു ബീജം ഒക്കെ വെച്ചിട്ട് നമുക്ക് നിന്റെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഞാൻ വിട്ടുപോയ കേസാണ്. ഞാനും ജിബിനച്ചനും പപ്പയും അമ്മയും മെറ്റി ചേച്ചി ഞങ്ങളെല്ലാവരും കൂടെ മെറ്റി ചേച്ചി ഇല്ലായിരുന്നോ? സോറി, പപ്പയും അമ്മയും ഞാൻ നമ്മൾ രണ്ടുപേരും ഈ 2 പ്രാവശ്യമായിട്ടോ. അത് ഞാനും ജിബിനച്ചനും പോയി കണ്ടു. പിന്നെ പപ്പയും അമ്മയും കൂടെ പോയി കണ്ടു കേട്ടോ. മോഹിനിയാട്ടം. ഭരതനാട്യം 2 മോഹിനിയാട്ടം ക്ലാസ് പടം കേട്ടോ. ആ പടം ഇറങ്ങി അടുത്ത ദിവസം നമ്മൾ പോയി കണ്ടല്ലേ? ഇറങ്ങി അന്ന് തന്നെ ഞങ്ങൾ പോയി കണ്ട്. പക്ഷേ എന്തോ എനിക്ക് പിന്നെ ആ സാധനം വിട്ടുപോയി. ഞാൻ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ തിരക്കായിപ്പോയി, ബിസി ആയിപ്പോയി. എനിക്ക് അതിനെപ്പറ്റി റിവ്യൂ തരാനേ പറ്റിയില്ല. നിങ്ങൾ പോയി കാണണം കേട്ടോ. ഡാർക്ക് ഹ്യൂമർ ഇത്രയും കിടിലുമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്ത ഒരു പടം ചിലപ്പോൾ മലയാള ഇൻഡസ്ട്രി കാണത്തില്ലായിരിക്കും. നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ടെൻഷനും വരും, എന്നാൽ ചിരിക്കാനും വകയുണ്ട്. എസ്പെഷ്യലി ബേബി ജീൻ കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ ബേബി ജീനൊക്കെ വരുമ്പോൾ നീ അയഞ്ഞ മട്ട. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ബേബി ജീൻ്റെ ഒരു മാസ് സാധനമുണ്ട്. ഭയങ്കര ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ബേബി ജീൻ്റെ പൊറ്റയടിക്ക് ഇങ്ങനെ ഹൈപ്പിലോട്ടങ്ങ് പോകും. അതുപോലെ ഒരു കിടിലൻ നടനാണ്. നല്ല നടനാണ്. അയ്യോ ആണാണ്. അവന് ഏതെങ്കിലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നല്ല മാസമായിട്ട് ചെയ്തോളും കേട്ടോ. പാട്ട് മാത്രമല്ല, അവന് നല്ല അഭിനയ കഴിവും കൂടെ ഉണ്ട്. എല്ലാവരും ഈ വാഴ 2 ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എല്ലാവരും വാഴ കാണാൻ പോയി. അപ്പം ഇതാരും നോട്ടീസ് ചെയ്തില്ല, മുങ്ങിപ്പോയടാ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ 2 കൂടെ ഇതും കൂടെ ഇറങ്ങിയപ്പോഴത്തേന് വാഴ 2 ഇവിടുന്ന് ഹൈപ്പ് അങ്ങ് പൊക്കോണ്ടിരുന്നു. ഈ പടം അതിൻ്റെ ഇടയിൽ അങ്ങ് മുങ്ങിപ്പോയി. ഇപ്പം പിന്നെയും ഒന്ന് കയറി വരുന്നുണ്ട്. തിയേറ്റേഴ്സിലൊക്കെ ഇപ്പോൾ ആൾക്കാർ കയറുന്നുണ്ട്. ഞങ്ങൾ പോയപ്പോഴും ആൾ കുറവായിരുന്നു ഭരതനാട്യത്തിൽ. പക്ഷെ അടിപൊളി ക്ലാസ് പടം, നൈസ് പടം. അതാണ് സംഭവം. നമുക്ക് ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ചിലവരൊക്കെ പറഞ്ഞു വെച്ചാൽ കൊള്ളത്തില്ല, പൊട്ടപ്പടവാ, അതൊക്കെ എനിക്കറിഞ്ഞൂടാ. തിയേറ്ററിൽ ഇരുന്ന് കുറച്ച് നാളായി ഇങ്ങനെ ഒരു ഫാമിലി എന്റർടൈനർ സിനിമ വന്നിട്ടില്ല. ഫുൾ കംപ്ലീറ്റ് പാക്കേജാണ്. കോമഡിക്ക് കോമഡി ഉണ്ട്, ഹ്യൂമറിന് ഹ്യൂമറും ഉണ്ട്. അപ്പം ഡാർക്ക് ആണോ അതുമാണ്. പക്ഷെ കൊള്ളാം. നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കാണുക. ഇപ്പോഴും തിയേറ്റേഴ്സിൽ അത് ഓടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ പള്ളിച്ചട്ടമ്പിയും പോയി കണ്ട്. പള്ളിച്ചട്ടമ്പി നമ്മളെല്ലാവരും കൂടെ പോയി കണ്ട് അല്ലേ? നമ്മൾ 5 പേരും കൂടെ പോയി കണ്ട പടം. അത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം 1 ടൈം വാച്ചബിൾ മൂവിയാണ്. അതിന് വലിയ സംഭവമായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. ചില ക്രിഞ്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിനകത്ത്, അതേ ഉള്ളൂ. വേറെ പിന്നെ കുറച്ച് നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളി ട്രെയിൻ ചെയ്യാൻ വരുന്നത്, ടോവിനോ ട്രെയിൻ ചെയ്യാൻ വരുന്ന ഒരു ട്രെയിനറായിട്ടാണ് വരുന്നത്. പക്ഷേ
കുറച്ച് നല്ല ഫൈറ്റ്സ് ഉണ്ട്. അമ്മ അതിന് നശിപ്പിച്ചിട്ട് അത് ഫൈറ്റ് എന്നല്ല, പക്ഷെ എടുത്തേക്കുന്ന രീതി ഉണ്ടല്ലോ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് എടുത്തത്. എനിക്കത് പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല, പക്ഷെ ചിലവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കത് അത്രയും ഇതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഓവറോൾ പടം നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പടം എന്നേ പറയുന്നത്. ഒരു ഹൈപ്പിൽ കയറി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. പടം ഒരു ആവറേജ് പടം. ഞാനാണെങ്കിൽ എത്ര തവണ എനിക്ക് ഉറക്കം വന്നു, എനിക്ക് ഓട്ടോ ഇടുമായിരുന്നു ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പൊതുവെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലേ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് ഫോൺ എടുത്ത് നോക്കും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. പക്ഷേ ഇത് എനിക്ക് അത്രയും എനിക്ക് ഇതായില്ല. എന്നുവെച്ചാൽ അത്രയും ഗംഭീരം എന്ന് പറയാനായിട്ടൊന്നും ആ പടത്തിനകത്തൊന്നും ഇല്ല. ഇതൊക്കെയാണ് ഗൈസ് പള്ളിച്ചട്ടമ്പിയും ഭരതനാട്യം. അയ്യോ ഇതുണ്ടോ വെച്ചാ റെഡ്, അയ്യോ കൊള്ളാല്ലേ, നല്ല കളർ. അത് വെർണയുടെ റെഡ് കളർ. അപ്പോൾ ഇതൊക്കെയാണ് ഭരതനാട്യം 2-ൻ്റെയും പള്ളിച്ചട്ടമ്പിയുടെയും വിശേഷങ്ങൾ. നിങ്ങൾ പോയി കാണുക കേട്ടോ. എൻ്റെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ പടം കാണാതിരിക്കുകയൊന്നും ചെയ്യരുത്. കാരണം അതെൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെ വർക്കൗട്ട് ആകും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളും പോയി പടം കാണുക. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് കുറച്ച് പ്രചോദനമൊക്കെ കിട്ടും. ഓക്കെ, ഞങ്ങൾ കൊട്ടാരക്കര എത്തി ഗൈസ്. ബാക്ക് ടു അപ്പു. അപ്പുവേ, ഗേൾ ഫ്രണ്ട് എന്താ പറയുന്നടാ? എന്താ അപ്പുവേ? വിലയേറിയ വോട്ടുകളോ? വിലയേറിയ വോട്ട് എങ്ങനെയാ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ ഇടുക ഞാൻ പറഞ്ഞത്, അല്ലാതെ വോട്ട് എങ്ങനെയാ കമന്റ് ബോക്സിൽ ഇടുന്നത്? വോട്ട് ഇടുന്നത് ബാലറ്റ് ബോക്സിലാണ്. ഇവനിപ്പോ മറ്റേ എലക്ഷന്റെ പരിപാടിക്ക് പോയതിനു ശേഷം ഇപ്പൊ എല്ലാം വോട്ടിന്റെ സംഭവമാണ്. എന്താന്ന് അറിഞ്ഞൂടാ. അയ്യോ മൈ ഗോഡ്, വാട്ട്സ് ഇൻസൈഡ് യുവർ പെനി ഐസ്? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. പെനിയുടെ പുതിയ പരസ്യമാണ്. ഇങ്ങനത്തെ കുറേ കോൺട്രവേഴ്ഷ്യൽ പരസ്യങ്ങളാണ് പെനി ഇറക്കുന്നത് കേട്ടോ. ചേച്ചി വന്നു വെച്ചാ എത്തി അവിടെ നിൽപ്പുണ്ട്. ചേച്ചി ഫ്രണ്ടിലോട്ടിരുന്നോ? ഇല്ല, വെക്കേച്ചി ബാഗൊക്കെ വെക്ക്. എന്നിട്ട് അകത്ത് കയറിക്കോ, ഓടി കയറിക്കോ. അയ്യോ അങ്ങനെ ഏട്ടത്തി വന്നു ഗായ്സ്. സർബത്തടിക്കാം. എന്താടാ? അയ്യോ എസ്തെറ്റിക് കാണിക്കണോ? ഞാൻ ഇന്ന് വരുമെന്ന് ഞാൻ വാക്ക് പറഞ്ഞായിരുന്നു. ഞാൻ വന്നു. കൂടുതൽ എസ്തെറ്റിക് കാണിക്കണം. ഫോൺ പറ്റാ. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഇന്ന് വരുമെന്ന്. പല വാക്കുകളും ഇതിനിടയ്ക്ക് പറഞ്ഞു പോയി. ഞാൻ എന്തോ പറഞ്ഞ, ഞാൻ ലാസ്റ്റ് ദിവസം വിളിച്ചപ്പോ ഇന്ന് വരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് കഴിഞ്ഞ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞ ടീമായിരുന്നു. അതെ, നീ വലിയ വാക്കിന്റെ കാര്യം എന്റെ അടുത്ത് പറയല്ലേ. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനെ മുതലാക്കും ഞാൻ. ചേച്ചി എപ്പ വന്നു? അതല്ലേ ചോദിച്ചു എപ്പ വന്നെന്ന്. ഓ കയറുണ്ടായിരുന്നു ഇപ്പൊ തന്നെ കെട്ടി തട്ടാൻ. ഇവിടെ എവിടെയും കടയിൽ നിന്ന് കയറ് മേടിയില്ലേ? അതാ ഞാനിപ്പോ പറഞ്ഞായിരുന്നു. അവന്റെ ഒരു വിവരവും ഇല്ല. അവനെ ഞാൻ അന്ന് വിഷുവിനെ വിളിച്ചു ചേച്ചി, വിഷ് ചെയ്യാനായിട്ട്. ഫോൺ എടുത്തില്ല. നമ്മളെ വിളിച്ചില്ല, എന്നിട്ട് അവനെ വിളിച്ചു. എടാ നിനക്ക് ഞാൻ അല്ലാതെ മെസ്സേജ് അയച്ചില്ലേ? ആ ശരിയാ, കറങ്ങാനൊന്നും പോയില്ല. പറഞ്ഞു നീ പെണ്ണുങ്ങളോട് മമ്മി അങ്ങനെ പറഞ്ഞു. ഞാൻ ആകെ കറങ്ങാൻ വന്ന ഒരു ഇറക്കാൻ ക്ലാസ്സിൽ പെൺപിള്ളേരുടെ കൂടെ കറങ്ങാൻ പോയിക്കോ വന്നാൽ ഞങ്ങൾ വിളിച്ചോണ്ടങ്ങ് പോയത്. ഞാൻ പോയൊന്നുമില്ല ഒരു പെൺപിള്ളേരുടെ കൂടെ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിന്റെ മമ്മിയാ പറഞ്ഞേ. സഞ്ജിത്ത് എന്ന പെണ്ണായെന്നും എനിക്ക് അറിഞ്ഞൂടാ. സഞ്ജിത്തിനോട് മാത്രം ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങുന്നു. ലാസ്റ്റ് ഡേ പെൺപിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ഞാൻ കേട്ടില്ല. ഇവൻ കുട്ടിക്കൃഷ്ണനാ അല്ലയോ? കൊച്ചു കൃഷ്ണനാ ഇവൻ.
ഞാൻ കൃഷ്ണനൊന്നും അല്ല. ഞാൻ സ്കിന്റെ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ ഇടയ്ക്ക് നിർത്തിയായിരുന്നു. ഞാൻ കളിക്കാനൊക്കെ പോയി പിന്നെ ഒന്നുകൂടെ അങ്ങ് ഡള്ളായി. ഇനി ഒന്നുകൂടെ ഓണാവണം. ഓണാവണം. എന്റെ ഇവിടെ ഒരു പാടുണ്ടോ? അതുണ്ട്, അത് മാറ്റണം. എന്തോടാ വേണ്ട? അവൽ മിൽക്കോ? മോരുണ്ടോ? ഒരു കുടംമോരും 3 അവൽ മിൽക്കും എടുത്തോ. വണ്ടി ഇവിടെ വന്ന് കുടിക്കുമ്പോൾ ഇവിടെ ഇതിനകത്ത് അച്ചാറൊക്കെ ഇടുമായിരുന്നു. ഉണ്ടോ? ആ, അച്ഛൻ്റെ കല്യാണത്തിൽ അത് ആരുടെ കൂടെ വന്നേ? ജീവനച്ചൻ്റെ കൂടെ തന്നെയാണോ വന്നത്? അച്ഛൻ്റെ കൂടെ വന്ന് നമ്മള് ആരാണ്ട് പിക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴാ. ആ ശരി ശരി, ഇവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. എനിക്കൊന്ന് ഗരീമിനെ പിക്ക് ചെയ്യാൻ ഞാൻ ഇല്ലായിരുന്നു. ജീവനച്ചനാണ്. അല്ല, നമ്മൾ ഇവിടുന്ന് കാറ് മാറി. ആ, അത് അതിനകത്തുനിന്ന് ശരി. എന്നിട്ട് ഇവിടെ വന്ന് കുടിച്ചിട്ടാ പോയെ. എന്ത് വെച്ചാ ഐ റിമെമ്പർ. പഠിക്കണേടാ, പഠിച്ചിട്ടേ പോവാവേ. ചുമ്മാ ഒരുമാതിരി കാശും കളഞ്ഞിട്ട്. ആ, പണി കിട്ടിയതാന്ന്. ഈ സാധനം ചെയ്യാൻ പ്ലാൻ ചെയ്തതാന്ന്. എടാ നീ തന്നെ ഇല്ലൂടാ, വാക്കിന് വിലയില്ലാത്ത. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. പോയടാ, പോയടാ പൊന്നെ, നിന്റെ മുടി പോയടാ. ഇല്ല, പക്ഷെ ചേച്ചി പറഞ്ഞോണ്ടല്ല, അല്ലാതെ പോയി കിടക്കുവോ എന്റെ മുടി. ചേച്ചി പറഞ്ഞപ്പോഴേ നിങ്ങൾ ഓർത്തേ. അല്ല, പുറകെ എന്റെ മുടി കണ്ടോ? കോമഡി ആയിരുന്നു. അച്ചേ കുട്ടാ, നീ കുടിയടാ, നിന്റെ കുടി. എന്റെ കുടംമോര് വന്നു. എന്റെ കുടിക്കുന്ന വീഡിയോ എടുക്കാറില്ലേ? അതിപ്പോ ഞങ്ങൾ കുടിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുക്കുമല്ലോ. എടുക്കും, ഞാൻ തിരിച്ചു വെച്ചങ്ങ് എടുക്കും. നിനക്ക് അങ്ങ് നാണമാണല്ലോടാ ചെറുക്കാ. നല്ല വെയിലാ കേട്ടോ, അസാധ്യ വെയില്. ഇരിയടാ അപ്പു. ഇതിനെ മുന്നേ എന്തൊരു ലോ ക്ലാസ് കോമഡിയാടാ നീ അടിക്കുന്നത്. മരുഭൂമിയിലെ കോന്നി കാറ്റടിച്ചതാ ഒരുമാതിരി. കോന്നി കാറ്റടിച്ചടിച്ച് ഇവന്റെ തല പറയത്തില്ല, അനങ്ങത്തില്ല. വേറൊരു മരുഭൂമിയുണ്ട്, ഞാൻ കാണിക്കാം പിന്നീട്. അത് പിന്നീട് എന്തിനാ ഇപ്പൊ താണ്ട തരിശ്. ചേച്ചി ഫോൺ മേടിച്ചവൻ, പുതിയ ഫോൺ അവന്റെ. അതറിഞ്ഞില്ലേ ചേച്ചി? അറിഞ്ഞില്ലേ പുതിയ ഫോൺ മേടിച്ച കാര്യം? ഫോൺ സോന, ഇവനും അപ്പൂനും സോന, എല്ലാവർക്കും +2 കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫോണാ. എന്തോ വേണം. ചേച്ചി ഇവിടെ എന്ത് ചേച്ചി ഒരു ബ്ലാക്ക് ഇപ്പൊ എടുത്തറിയുന്നത്? അത്ര ഏരിയ മാത്രം. ഡാർക്ക് സർക്കിളും വന്നു ഇവിടെ. ഇത് ഞരമ്പാണോ ഇത്? നോക്കിയോ ഇതെന്തോ ഇവിടെ? ഇതെന്തോ അവിടെ ഒരു ഞരമ്പുണ്ട്. അവിടെ ഒരു ഞരമ്പ് ഇപ്പം തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്തോ വീണത് അത്? അയ്യോ, വൃത്തിയോടൊന്നുമില്ല. ഇതോടാ തന്റെ തെളിവ് സഹിതമുണ്ട്. തന്റെ ഇളക്കി പറഞ്ഞ് താഴെ ഇടുന്നു. അയ്യോ, ഇയാള് 5 സ്റ്റാർ കടയിൽ നിന്ന് കഴിക്കത്തുള്ള. ഇയാള് വലിയ 5 സ്റ്റാർ. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ പാവപ്പെട്ട കടകളൊന്നും ഇയാൾ കയറി കഴിക്കാൻ. ആ, അൽറാസി ഒക്കെ അവന്റെ ഫുഡ് സ്പോട്ട്. കൊച്ചില്ലേ? നിനക്ക് കൊച്ചില്ലെന്നോ? ആരും വിശ്വസിക്കൂടാ. ഫോൺ ഇടാം, ഞാൻ കാണിക്കാം. എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണട്ടെ. എന്റെ കോണ്ടാക്ട്സ് എടുക്കടാ. എല്ലാം വിട്ടും വരുമ്പോഴും പുതിയ ആൾക്കാരാണ്. ഏതായിരുന്നു വെച്ചാ പെൺകുച്ചിന്റെ പേര്? ഫസ്റ്റ് അക്സ. ബെസ്റ്റ്. ഇതുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ലോകത്ത് ആരും കാണിക്കാത്ത ചില വെകളിത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. വേണ്ടേ? ഇതാരേലും കുറച്ച് നാൾ കഴിയുമ്പോൾ
ഇല്ല. നീ ഒരു എമർജൻസി സിറ്റുവേഷനിലല്ല നീ എവിടെ ഒരു റോഡിൽ തട്ടിക്കിടക്കുക, ഒരാൾ നിന്റെ ഫോൺ കിട്ടി വിളിക്കണം, എമർജൻസി ആരെ വിളിക്കും? അതിനകത്ത് അന്നേരമല്ലേ ഞാൻ അടുത്ത ഇത് ഇട്ടേക്കുന്നത്. ഞാൻ പ്രൊഫൈൽ എന്റെ നമ്പർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതാ. അപ്പൊ നിന്നെ വിളിക്കണം. എടാ നീ തട്ട് കിടക്കുമ്പോൾ നിന്നെയാണോ ആൾക്കാർ വിളിക്കില്ല? ഞാൻ നോക്കി എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോയി തട്ടത്തില്ലല്ലോ. ഇനി എന്തെങ്കിലും ഇവരെ ദോഷി ഒന്നുമില്ല. ഇങ്ങനെ കുറെ ലൊടക്കുകളുണ്ട്. ആ ഡിലീറ്റ് ഇല്ല അങ്ങനൊന്നും എന്റെ ഇൻസ്റ്റയിലൊന്നും ഇല്ലാണ്ട്. ഹൈഡ് ചെയ്ത് ഏത് ഇൻസ്റ്റ തുറന്നേ? എനിക്കും ആവശ്യമില്ല. ഞാൻ ഒരു പെമ്പിളർക്ക് രാത്രി മെസ്സേജ് അയക്കാം. നമുക്ക് മറ്റേ സ്റ്റോറി പറയണം. പോപ്പപ്പായ കഥ അല്ലേ? അതൊക്കെ പറയാൻ ഗൈസ് കുറേ കഥകളൊക്കെ ഉണ്ട് പറയാൻ. ഞങ്ങൾ ആദ്യം ഇതൊന്ന് കഴിക്കട്ടെ. ഓ സ്നേഹം തുളുമ്പും. അത് അവൻ ചെയ്തതാ. നീ ഇത് കുടിക്കുമ്പോൾ നിനക്ക് അപ്പം ഞാൻ അവൽ മിൽക്ക് കഴിക്കട്ടെ. അവൽ മിൽക്ക് കഴിച്ചിട്ട് ഞങ്ങൾ കാറിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അയ്യോ വണ്ടിക്കകത്ത് വന്നിരുന്നപ്പോൾ ഭയങ്കര ചൂടല്ലേ? ഈ വെയിലത്തായിരുന്നു ആലപ്പുഴ ബോട്ടിൽ പോയിരിക്കട്ടെ. പുഴുങ്ങി പോയനെ നമ്മള്. അയ്യോ ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ചൂട്. നീ എന്നാ അവിടെ പോയി കയറി കുടിക്കണമായിരുന്നു? ഞാൻ കണ്ടില്ല. ചെറുക്ക കണ്ടില്ലല്ലോ. അവരെയൊക്കെ സഹായിക്കും. ഓ അങ്ങനെ ഇപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. ഇന്ന് ഇച്ചിരി ബിസിയാ. ഞങ്ങൾ പള്ളിയിൽ ഇച്ചിരി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജീവനച്ചാൻ ഇന്ന് കട്ട ബിസി ആയിരിക്കും. 8:05 അപ്പു ഇന്ന് കട്ട പോസ്റ്റുകളായിരിക്കും. 2 മണിക്കൂറുള്ള ചേച്ചി. 5 മണി തൊട്ട് 6 മണി, 6 മണി തൊട്ട് 7 മണി ബസ് അതോടെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ ചെല്ലട്ടെ. എന്തെങ്കിലും വകുപ്പ് കിട്ടുവാണെങ്കിൽ ഞാൻ അത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ഇതുപോലത്തെ അടിപൊളി കോണ്ടന്റ്സ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. എടാ പറയടാ. ബൈ. ഓക്കേ.